ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നിബിവചനാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുമാ ഇമ്രാത്തുൻ നക്കഹത്ത് ബിഗൈരി ഇദ്നി വലിയിഹാ ഫനിക്കാഹുഹാ ബാത്തിലുൻ. ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ വലിയിൻ്റെ അഥവാ രക്ഷാധികാരിയുടെ അനുമതി ഇല്ലാതെ വിവാഹം ചെയ്താൽ ഫനിക്കാഹുഹാ ബാത്തിലുൻ, അവളുടെ നിക്കാഹ് ബാത്തിലാണ്, അസ്വീകാര്യമാണ്. ഫൈൻ ദഖല ബിഹാ ഫലഹൽ മഹ്റു ബിമസ്തഹല്ല മിൻ ഫർജിഹ. അങ്ങനെ വിവാഹിതയായി അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൾക്ക് മഹർ വാങ്ങാൻ ന്യായമായ അവകാശമുണ്ട്. ഫൈൻ ഇസ്തജറഹു ഫസുൽത്താനി വലിയുമല്ല വലിയലുഹു. വലിയിന്റെ കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായാൽ, ആരാണ് എന്ന തർക്കമുണ്ടായാൽ അവരുടെ വലിയായി ഏറ്റെടുക്കേണ്ടത് സുൽത്താൻ, ഭരണാധികാരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ അള്ളാഹ്ന പറയുന്നു. ഇതില് കഴിഞ്ഞ ഹദീസ് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹം ചെയ്യപ്പെടണമെങ്കിൽ വലിയിന്റെ സാന്നിധ്യം നിർബന്ധമാണ്. വലിയാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. ആൺകുട്ടിക്ക് വലിയില്ലാതെ വിവാഹം കഴിക്കാം. ആൺകുട്ടിക്ക് സ്വയം അവൻ വിവാഹിതനാണെങ്കിൽ, വിവാഹിതനാകാൻ സന്നദ്ധനാണ്, അതിനുള്ള ശാരീരിക മാനസിക ശേഷിയൊക്കെ അവനുണ്ടെങ്കിൽ അവന് വിവാഹം കഴിക്കാം. അവന് വേറെ ഒന്നും നോക്കേണ്ടതില്ല. അവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ളത് പെൺകുട്ടിയുടെ വലിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയാണ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. വ്യത്യാസം രണ്ടുപേർക്കും നിയമം. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നതിന് കാരണം ആണാണ് പെണ്ണ് പെണ്ണാണ് എന്നുള്ളതിന് എൻ്റെ ശരിക്കുള്ള ഉത്തരം. രണ്ടാളും വ്യത്യസ്ത പ്രകൃതിയും സ്വഭാവമൊക്കെ ഉള്ളവരാണ്. പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഒരു വലിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് വലിയ ശരിക്കും ഒരു പെണ്ണിന്റെ? ആ വലിയ എന്ന് പറയുന്നത് രക്ഷാധികാരി എന്നാ. പെണ്ണിന്റെ പിതാവാണ് അവരുടെ യഥാർത്ഥ വലിയ. പിതാവാണ് വലിയ. പിതാവില്ലെങ്കിൽ പിതാവിന്റെ പിതാവ്, അതോ വല്യപ്പ, അതങ്ങോട്ട് മേലോട്ട് എത്ര ഉണ്ടായാലും പിതാവിന്റെ സ്ഥാനത്താണ് പരിഗണിക്കുക. ഇനി പിതാവില്ലെങ്കിൽ പെൺകുട്ടിയുടെ മകൻ, അങ്ങനെ ഉണ്ടാവാല് കല്യാണം. മക്കൾക്ക് ഉമ്മാനെ കല്യാണം കഴിപ്പിച്ചു. പ്രായപൂർത്തിയായ ആൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉമ്മാനെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് പേരമക്കൾക്കും പറ്റും. മക്കൾ ഇങ്ങനെ കീഴോട്ട് വരുന്നതും പറ്റും. ഇല്ലെങ്കിൽ അവളുടെ പ്രായപൂർത്തിയായ സഹോദരന്മാർക്ക് പറ്റും. ആണുങ്ങൾക്ക് പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് പറ്റില്ല. സഹോദരന്മാർക്ക് പറ്റും. ഇങ്ങനെ ഈ മൂന്ന് തലത്തിലും അവൾക്ക് അവളുടെ വലിയ ആവാം. അവൾക്ക് അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവകാശമുണ്ട്. അവൾക്ക് പറ്റുമെങ്കിൽ, മറ്റൊരാളില്ലെങ്കിൽ ഇയാൾ എന്നർത്ഥത്തിലാണ്. അങ്ങനെ വിവാഹിതനാവും. എന്നാൽ പെണ്ണിന്റെ ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് വലിയ എന്ന് സ്വഭാവമല്ല. ബാപ്പാന്റെ ഭാഗത്തേ വരുള്ളൂ. ഉമ്മാന്റെ ഭാഗത്ത് കൂടെ വലിയ വരുന്ന സ്വഭാവമല്ല. ഇനി ഈ വലിയകളൊന്നും ഇല്ലാതെ വന്നാൽ, ഇങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളൊന്നും ഇല്ലാതെ വന്നാൽ പിന്നെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരിയോ, അതിന്റെ ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോഴേ ആ പ്രശ്നമുള്ളൂ. ഭരണാധികാരി പറഞ്ഞാൽ ഭരണാധികാരി ചുമതലപ്പെടുത്തുന്ന ആളാകാം. കോടതിയിലെ മഹ്കമയിലെ വക്കീലാകാം, ജഡ്ജാകാം, അങ്ങനെയൊക്കെ ആവാം. ഖാലി ആകാം. ഖാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞ അർത്ഥവും ശരിക്കുള്ള അർത്ഥവും വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ അർത്ഥം ഖാലി പറഞ്ഞാൽ പള്ളിക്കലെ മൂല്യരുന്ന, അതൊരു ചെറിയ അർത്ഥമാണ്. ഖാലി പറഞ്ഞാൽ അവിടുത്തെ വിധി തീർപ്പാക്കുന്ന ആളെന്നാണ്. കോടതിയിലെ ജഡ്ജിക്കും ഖാദി എന്ന് തന്നെ പറയാം അറബിയില്. അപ്പോ അങ്ങനത്തെ ഒരാൾക്കാവാം. അപ്പൊ ആരാണോ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അയാൾക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഇതിങ്ങനെ പറയുന്നതിനർത്ഥം ഒന്ന് വലിയ വേണമെന്ന് നിർബന്ധമാണ്. രണ്ടാമത്തത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രക്തബന്ധമുള്ള ഈ പറഞ്ഞ ബാപ്പയോ മകനോ ആങ്ങളെയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയെ വിവാഹം നടക്കാതെ പോകാൻ പാടില്ല. ആ പെൺകുട്ടിക്ക് വിവാഹം നടക്കണം. അത് നിർബന്ധമാണ്. ആ വിവാഹം നടക്കൽ നിർബന്ധമായതുകൊണ്ട് ഉത്തരവാദപ്പെട്ടത് ആരാണോ, സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരാണോ
അവരാണ് അവളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. അതാണ് വലിയിന്റെ പൊസിഷൻ, സ്ഥാനം. അതാണ് ശരിക്കും വേണ്ടത്. അതില്ലാതെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അയ്യുമ ഇമ്രാത്തു നഹത്ത് ബിഗൈരി ഇദ്നി വലിഹ ഫനികാഹുഹ ബാതിൽ, വലിയിന്റെ ഉത്തരവ് അനുമതി ഇല്ലാതെ വിവാഹം ചെയ്താൽ ആ പെണ്ണിന്റെ നിക്കാഹ് ബാത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സ്വയംവരം എന്ന് പറഞ്ഞാൽ അതാ, ആണും പെണ്ണും നിന്നുകാണ്ട് ഞങ്ങൾ രണ്ടാളും വിവാഹിതരായിരിക്കുന്നു എന്നാണ് പറയാ. അങ്ങനെ സ്വയംവരല്ല, അത് ഇസ്ലാമിലില്ല. അതൊരു പെണ്ണിന് അങ്ങനെ അനുവാദമല്ല. അത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരിക പെണ്ണാണ്. അങ്ങനെ വരാൻ പാടില്ലാത്തതുകൊണ്ട് ഇസ്ലാമിന് സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണത്തിൽ കൂടുതൽ നിയമങ്ങളുള്ള ഇസ്ലാമിലാണ്. അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ച നിയമങ്ങളാണ്. എല്ലാ കാര്യവും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആനുകൂല്യങ്ങൾ കൂടുതൽ നൽകുന്ന സ്ത്രീകൾക്ക് തന്നെയാണ്. നിയമങ്ങളിലൊക്കെ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്കാണുള്ളത്. അതിനെയാണ് ഇപ്പോൾ ദുർവ്യാഖ്യാനിച്ച് സ്ത്രീ പീഡനെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമെന്നും എന്നൊക്കെ പറഞ്ഞു. മക്കന ഇടണം എന്ന് പറഞ്ഞാൽ, മേലങ്കി അണിയണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരാന്ന് വരുത്തുക. അതൊക്കെ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി വെച്ച നിയമമാണ്. എല്ലാ നിയമവും അങ്ങനെ. വിവാഹത്തിന് വലിയ വേണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷിതത്തിനാണ്. പെണ്ണെപ്പോഴും ഒരു സംരക്ഷണയിൽ നിൽക്കണം. അത് അവളുടെ സുരക്ഷിതത്തിനാണ് എന്ന നിലക്കാണ് ഇസ്ലാം കാണുന്നത്. അതല്ലാതെ ഇപ്പം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിലും പുരുഷനാണ് സാമ്പത്തിക ബാധ്യത, ഒരു സ്ത്രീക്ക് ബാധ്യതയല്ല. ഒക്കെ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. സ്ത്രീകൾക്കാണ് അനുകൂലമായ നിയമങ്ങളിൽ. പക്ഷെ ഒക്കെ നേരെ തിരിച്ച് ദുർവ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. വിവാഹം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് എന്ത് വേണം? വലിയ വേണം എന്ന് റസൂലുള്ള പറഞ്ഞു. അല്ലാത്ത നിക്കാഹ് ബാത്തിലാണെന്ന്. അങ്ങനെ ചെയ്താൽ തന്നെ അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് അതിന് മഹർ കൊടുക്കണം. പിന്നെ സ്വാഭാവികമായിട്ട് പോകും. അങ്ങനെ ആരും വലിയില്ലെങ്കിലാണ് ഭരണാധികാരി ഉത്തരവാദപ്പെട്ട ആള് വലിയാകുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവായ നിയമങ്ങളിൽ. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തുൻകഹുൽ അയ്മു ഹത്താ തുസ്തമറ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തദന ഖാലു യാ റസൂലല്ലാഹ് വകൈഫ ഇദ്നുഹാ ഖാല അൻ തസ്കുത. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുൻകഹുൽ അയ്മു ഹത്താ തുസ്തമറ, ഈ വിവാഹം ചെയ്യപ്പെട്ടവൾ ഒരു രണ്ടാം കെട്ടുകാരി എന്ന് നമ്മൾ പറയുന്നു. വിവാഹം ചെയ്യപ്പെട്ടവൾ അവരോട് കൂടി ആലോചിക്കാതെ വിവാഹം നടത്താൻ പാടില്ല. വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തദന, അവിവാഹിതയാണെങ്കിൽ അഥവാ കന്യകയാണെങ്കിൽ, തീരെ വിവാഹം ചെയ്യപ്പെടാത്തവളാണെങ്കിൽ അവളോട് ആലോചിക്കാതെ അവളുടെ അനുമതി ഇല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി കൈഫ ഇദ്നുഹ, എങ്ങനെ ഇപ്പൊ ഒരു കന്യകയായ പെൺകുട്ടി, ചെറിയ കുട്ടിയായിരിക്കുമല്ലോ, അവളുടെ അനുമതി എങ്ങനെയാണ്? കാല അൻ തസ്കുത, അവളുടെ അനുമതി ചോദിക്കുമ്പോൾ അവൾ മൗനമായി നിന്നാൽ തന്നെ അനുമതിയായിട്ടാണ് പരിഗണിക്കേണ്ടതെന്നാണ്. കാരണം നാണവും ലജ്ജയൊക്കെ കാരണമായിട്ട് ചിലപ്പോൾ പ്രായം ചെറിയ കുട്ടിയായിരിക്കുമല്ലോ, അവളും ഉണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൾ അനുമതിയായിട്ട് പരിഗണിക്കണം എന്നാണ്. ഇത് ഒരു നിർദ്ദേശമാണ്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് വിവാഹമുക്തയായ ഒരു പെണ്ണാണ്, രണ്ടാം കെട്ടുകാരിയാണെങ്കിൽ അവളെ സംബന്ധിച്ച് അവൾക്ക് വിവാഹ ജീവിതത്തെ പറ്റി അനുഭവമുണ്ട്, ദാമ്പത്യ ജീവിതത്തെ പറ്റി ബോധമുണ്ട്. അപ്പൊ അവൾ ഞാൻ പുനർവിവാഹം നടത്തുമ്പോൾ അവളോട് ശരിക്കും കൂടി ആലോചിച്ചിട്ട് വേണം വേണ്ട എന്നൊക്കെ പറയാൻ അവകാശവും അധികാരവും ഉണ്ട്. അവളൊക്കെ പറഞ്ഞതിന് ശേഷം അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ല ഒരാൾ വലിയ എന്നുള്ളവർക്ക് ഒരു തീരുമാനം എടുക്കരുത്. അവളുടെ ശരിക്ക് കൂടിയാലേ ഉറപ്പിച്ചതിന് ശേഷമേ പറ്റുള്ളൂ എന്നർത്ഥം. എന്നാൽ കന്യകയാണ്, ഒന്നാം കെട്ടുകാരിയാണ് എങ്കിൽ അതിന് കാരണം അവൾക്ക് അനുഭവങ്ങളില്ല, സാധാരണഗതിയിൽ പ്രായവും കുറഞ്ഞ കുട്ടിയായിരിക്കും. അവളോട് അനുമതി ചോദിക്കണം. പക്ഷെ അവളുടെ അനുമതിയെ പറ്റി റസൂൽ തന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് അൻ തസ്കുത, അവള് മിണ്ടാതിരിക്കലാണ്, മൗനം. ചോദിക്കുമ്പോൾ വേണോ വേണ്ടോ ചോദിച്ചാൽ മിണ്ടാ എന്നാ അത് സമ്മതമായിട്ട് പരിഗണിക്കണം എന്നാ. പറ്റൂലെങ്കിൽ എന്തെങ്കിലും പറയല്ലോ എന്നോ വേണ്ടാന്നോ ഓടുക ചാടുകയൊക്കെ ചെയ്യുള്ളൂ, എന്തെങ്കിലും കാട്ടും.
അതൊന്നും വേണ്ട, ഓള് മുണ്ടാകെ നിൽക്കേണ്ടി ഓളെ സമ്മതമായിട്ട് പരിഗണിക്കണം എന്നാണ്. ഇതിപ്പോ ഇന്നത്തെ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഇതില് വിഷയം ഈ മുണ്ടാതെ കയറുന്ന പ്രശ്നമൊന്നുമില്ല. ഒന്നാം കെട്ടുകാരി തന്നെ സ്വന്തം അഭിപ്രായം പറയുന്നിടത്താണ് ഇപ്പൊ ഉള്ളത്. അത് പറയണ്ടെന്നല്ല പറയണത്, അങ്ങനെയാണ് അഭിപ്രായങ്ങളാണ്, കാലത്തിന്റെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. ഓൾക്ക് തന്നെ സ്വന്തം ഭർത്താവിനെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നിടത്താണ് ജനങ്ങളുള്ളത്. പിന്നെ ബാപ്പാക്കും ഉമ്മാക്കും ഒന്നും അത്ര വലിയ അധികാരമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ്. അപ്പൊ അതിൽ അങ്ങനത്തെ അനുമതി ചോദിച്ചാൽ മതി, അതിനനുസരിച്ച് അനുമതി ചോദിച്ചാൽ മതി. മുണ്ടാക്കാരന്റെ പ്രശ്നമൊന്നും ഇപ്പോൾ ഉത്ഭവിക്കണില്ല. ഇപ്പൊ ആരും മുണ്ടാക്കൂല, ആദ്യം ഓല മുണ്ടുക, ഇങ്ങടെ ബാക്കിയുള്ളവർ മുണ്ടുള്ളൂ. അവിടെയാണ് ഇപ്പൊ സംഗതി നിൽക്കണേ. അപ്പൊ പിന്നെ അതില് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഓരോട് ചോദിക്കുക, പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും, പറ്റൂല പറഞ്ഞാൽ പറ്റില്ല. അവരുടെ അനുമതി ചോദിക്കണം. അനുമതി ചോദിക്കാതെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അത് പെണ്ണ് കാണണമെന്നും അഭിപ്രായം ചോദിക്കണം എന്നൊക്കെ ഖുർആന്റെ ഹദീസിന് നിർദ്ദേശമാണല്ലോ. ആ വിവാഹ രംഗത്ത് ഈ നിയമങ്ങളൊക്കെ പാലിക്കുക തന്നെ വേണം. പെണ്ണ് കാണണം എന്ന് പറഞ്ഞൊക്കെ ആ അവസ്ഥയിലാണ്. അത് അവളുടെ അനുമതിയോട് കൂടി തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്ത്രീക്ക് സുരക്ഷിതത്വം കൂടുതൽ അതാണ്. രണ്ടാമത്തെ, ഒരു കുടുംബജീവിതം ഭാവിയിൽ ഒരാള് ജീവിതമാണല്ലോ, ആ ജീവിതം നല്ലതിലേക്ക് പോകാനും ഈ കൂടിയാലോചന അഭിപ്രായങ്ങളൊക്കെ സഹായകമായി മാറും എന്നതാണ് ഇതിലെ വിഷയം. അല്ലാഹു അഅലം.